വീരണക്കാവ് ഗവൺമെന്റ് VHS സ്കൂളിലെ കൂറ്റൻമരം റോഡിലേക്ക് മറിഞ്ഞു വീണു. മണിക്കൂറുകളായി ഗതാഗതം സ്തംഭിച്ചു. പൂവച്ചൽ പഞ്ചായത്തിലെ വീരണക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏത് സമയവും നിലംപൊത്താറായി നിന്ന കേടുവന്ന കൂറ്റൻ മഹാഗണി മരമാണ് ശക്തമായ കാറ്റത്തും മഴയത്തും കടപുഴകി റോഡിൽ പതിച്ചത്. ഉച്ചയ്ക്ക് 12:45ഓടെയാണ് മരം കടപുഴകിയത്. റോഡിൽ യാത്രക്കാരില്ലാത്തത് വൻ അപകടം ഒഴിവായി. മരം വീണ് ഒരു ബൈക്കും കടയുടെ ഷീറ്റും തകർന്നു. വൈദ്യുത പോസ്റ്റുകൾ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. 2 വർഷത്തിനു മുന്നേ മരത്തിന്റെ മൂട് കേടുപാട് സംഭവിച്ച് അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ അധികൃതർ മരം നീക്കം ചെയ്യാൻ ജില്ലാ പഞ്ചായത്തിന് അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ബന്ധപ്പെട്ടിട്ടും സമാനമായ രീതി തുടർന്നു. സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേയുള്ളൂ. ഈ മരം നിന്നിരുന്ന മതിലിനോട് ചേർന്ന് 2 മരങ്ങൾ കൂടി അപകട ഭീഷണിയായി നിൽക്കുന്നു. ഒരു മരം 11 kV ലൈനിനോട് തൊട്ടുരുമിയാണ് നിൽക്കുന്നത്. മഴ ശക്തമാകുന്നതോടെ ഈ മരങ്ങളും കടപുഴകി വീഴുമെന്നതിൽ സംശയമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം ഉടനടി വനം വകുപ്പ് അധികൃതർ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ പഞ്ചായത്ത് മുറിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പന്ത്രണ്ട് മണിയോടുകൂടിയാണ് വീരണക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് നിന്നൊരു വലിയ മഹാഗണി മരം റോഡിന് മുറുകെ വീണ് ഇലക്ട്രിക് ലൈന് 3 ഫേസ് ഉൾപ്പെടെയുള്ള 3 ഫേസും 11 kV ലൈൻ ഉൾപ്പെടെയുള്ള ലൈനുകളുടെ പുറത്തുകൂടെ വീണ് റോഡിലേക്ക് പൂർണ്ണമായും മരം മറിഞ്ഞു വീഴുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഭാഗ്യം കൊണ്ട് ആളപായം ഒഴിവായി. കാരണം അമ്പൂരി വരെയുള്ള ബസ് റൂട്ടുകളും നിരവധി സ്വകാര്യ വാഹനങ്ങളും ഇവിടെ പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഈ മരം മുറിച്ചു മാറ്റുന്നതിന് സ്കൂൾ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് പഞ്ചായത്ത് ഫോറസ്റ്റിനോട് 2 തവണ വാല്യുവേഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഫോറസ്റ്റിൻ്റെ വാല്യുവേഷൻ ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാല്യുവേഷൻ ആയതുകൊണ്ടാണ് ആരും എടുക്കാത്തത്. 2 തവണ ലേലവും 1 തവണ അതിൻ്റെ കൊട്ടേഷനും സ്വീകരിച്ചു. പക്ഷേ സീൽഡ് കൊട്ടേഷൻ തന്നതുപോലും ഈ വാല്യുവേഷനുമായിട്ട് അടുത്തെങ്ങും വരുന്നില്ല. 1 ലക്ഷം രൂപയും 95,000 രൂപയൊക്കെയാണ് ഓരോ മരത്തിൻ്റെ വാല്യുവേഷനായി തന്നത്. അവസാനം മാർഗമില്ലാതെ സ്കൂളിനകത്ത് നിന്നുള്ള 1-2 ആഞ്ഞിലി മരങ്ങൾ സ്കൂൾ അധികൃതർ HM ഉൾപ്പെടെയുള്ളവർ അവരുടെ കയ്യിലെ കാശ് മുടക്കി അത് മുറിച്ച് ഇടുന്ന സ്ഥിതിയുണ്ടായി. മുറിച്ചിട്ടിട്ട് പോലും അതിപ്പോൾ ആരും എടുക്കാത്ത നിലയിൽ അമിതമായ വാല്യുവേഷനാണ് ഈ മരങ്ങൾ ആരും ലേലത്തിൽ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത് മുറിച്ചു മാറ്റുന്നതിനോ ഒരു വലിയ തുക വേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ലേലത്തിലേക്ക് തന്നെ കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു കാലവർഷക്കെടുതിയുടെ ഭാഗമായിട്ട് ഇതൊരു അപകടകരമായി ഈ മരം ഇതിപ്പോൾ റോഡിലേക്ക് മറിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഫയർഫോഴ്സും കാട്ടാക്കട ഫയർഫോഴ്സും KSEBയുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ ജനപ്രതിനിധികളും എല്ലാവരും ഈ നാട്ടുകാരും എല്ലാവരും ചേർന്ന് വളരെ ശ്രമകരമായി ഇപ്പോൾ ഒരു പരിധിവരെ അത് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അധികൃതരും എല്ലാം നമ്മോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങളിൽ ഫോറസ്റ്റിൻ്റെ വ്യാപകമായ നാശനഷ്ടം നമ്മുടെ പഞ്ചായത്തിലാകെ വന്നിട്ടുണ്ട്. നിരവധി വീടുകളുടെ പുറത്തേക്ക് മരം മറിഞ്ഞു വീണ് വീടുകൾ തകർന്നിട്ടുണ്ട്. നിരവധി പോസ്റ്റുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ അപകടകരമായിട്ട് ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഇങ്ങനെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ്. അതുപോലെ തന്നെ കൃഷിനാശം, ആയിരക്കണക്കിന് വാഴയും മറ്റു മരങ്ങളും ഒക്കെ തന്നെ മറിഞ്ഞ് കർഷകർക്ക് വലിയ നഷ്ടം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വല്ലാത്ത വിഷമകരമായിട്ട് ഈ കാലവർഷക്കെടുതി തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ വലിയ ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് താലൂക്കിൻ്റെയൊക്കെ അതിൻ്റെ RRT ടീം അവരെല്ലാം സജീവമായിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും നമ്മുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ തന്നിട്ടുണ്ട്. നമ്മുടെ നിരന്തരം അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോഴും തഹസിൽദാർ ഉൾപ്പെടെ ഇപ്പോൾ ഉടനെ സ്ഥലത്തെത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജനങ്ങളെല്ലാം ജാഗ്രതയോടുകൂടി ആയിരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
+2 കഴിഞ്ഞ കുട്ടികൾക്ക് തുടർ പഠനത്തിന് കൃത്യതയോടെയും ഉത്തരവാദിത്വത്തോടെയും അഡ്മിഷൻ എടുത്തു നൽകുന്ന കാട്ടാക്കടയിലെ വിശ്വസ്ത സ്ഥാപനം നയന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി, കഞ്ചൂർക്കോണം റോഡ്, കാട്ടാക്കട. BSc നഴ്സിംഗ്, ആയുർവേദ, വെറ്റിനറി, ഹോമിയോ നഴ്സിംഗ്, MSc, പോസ്റ്റ് BSc നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകൾക്കും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും MBBS കോഴ്സിനും അഡ്മിഷൻ ഇവിടെ നിന്നും ലഭിക്കുന്നു. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇവിടെ നിന്നും അഡ്മിഷൻ ലഭിക്കുന്നു. കൂടാതെ BBA, MBA, ഏവിയേഷൻ, എഞ്ചിനീയറിംഗിന്റെ എല്ലാ ബ്രാഞ്ച് കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും ഇവിടെ നിന്നും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9495124327, മറ്റൊരു നമ്പർ 7561001105.